ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്ത് സന്തോഷം! ഇവിടെ കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഒരു ഹൈ എനർജിയിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കൊരു ഹൈ എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു. വളരെയധികം കോൺഫിഡൻസ് ആയിരിക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ ചില പുതിയ തുടക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം. അതിലേക്ക് നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ടാവാം. എനിക്കത് ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കും, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെന്ന്. പഴയതിനെ അപേക്ഷിച്ച് മുൻപൊക്കെ നിങ്ങൾ പേടിച്ചിരുന്നു, എന്നെ കൊണ്ട് അത് പറ്റില്ല, ഞാനത് ഒരു ഭീരുവാണ്, മറ്റുള്ളവര് വിജയിക്കുന്നത് പോലെ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് കഴിവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്കിവിടെ വളരെയധികം ആവേശത്തോടുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്ന വൺസ് ഓഫ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അത് തന്നെയുമല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു കിങ്ങിന്റെ എനർജിയാണ്. ഈ ഒരു കോൺഫിഡൻസ് ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കിങ്ങിന്റെ എനർജി വരുന്നത്. ഹൈ എനർജിയാണ്, മനസ്സിലായി? അപ്പൊ ഈ കോൺഫിഡൻസ് ലഭിക്കുന്നു, ആവേശം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റിയിലായാലും ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും, ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് നല്ല ഒരു എനർജിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവരുടെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ ഒരു ഹൈ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കാര്യത്തിലാണെങ്കിൽ ഒരു പ്രൊമോഷൻ തരാം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ലഭിക്കാം. മനസ്സിലായോ? നിങ്ങളുടെ ആ ഒരു പൊസിഷൻ, ഉയർന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു രാജാവിന്റെ പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു, നിൽക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ ഒരു മോട്ടിവേറ്ററായിട്ട് കാണുന്ന എനർജി, മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുത്ത് നിങ്ങൾക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ഒരുപാട് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇതാണ് കിങ് ഓഫ് വാൺസിന്റെ എനർജി. കിങ് വളരെയധികം ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ്. ഒത്തിരി കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വരാൻ കഴിയുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ എംപററാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്റ്റേബിളായ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും സാലറി ഒന്നും പെർമനന്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു സമയത്താണ് നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നത്. മനസ്സിലായി? നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്റ്റെബിലിറ്റി, ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നു. കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതചര്യകൾ, ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ സ്റ്റേബിളായിട്ട് നിലനിർത്തുന്നു. നിങ്ങൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ചിലപ്പോൾ യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവണം. അല്ല എങ്കിൽ കൃത്യമായ ഒരു നിഷ്ഠയോടുകൂടി ഉള്ള ജീവിതചര്യയിലേക്ക് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവണം. ഗവൺമെന്റ് ജോബിന് വേണ്ടി നിങ്ങൾ പരിശീലിക്കുന്നുണ്ടാവാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു. സ്ഥിരമായ സാലറിയിലൂടെ. ജോബ് സ്ഥിരമല്ല എങ്കിൽ ഇനി അത് പെർമനന്റ് ആയിട്ട് ലഭിക്കുന്ന എനർജിയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിലെയൊക്കെ മറ്റുള്ളവരെ പല കാര്യങ്ങളിലും ഗൈഡൻസ് കൊടുത്ത് അവരെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു. നല്ലതുപോലെ നോളജ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. കാരണം ഇവിടെ എംപററുടെ എനർജിയാണ്. എംപററുടെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ്.
ഈ എനർജി ഒരു സ്ഥായി ഭാവമുള്ളതാണ്. ഇത് മാറി മാറി വരുന്ന എനർജി അല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഉയർന്ന സ്ഥാനത്തേക്ക് നിൽക്കാൻ കഴിയുന്നു എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഹെറോഫൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നതുകൊണ്ടിൽ ഇതൊരു ഡിവൈൻ മസ്കുലിൻ എനർജി തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാൻ, മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കാൻ കഴിയുന്നു. പ്രപഞ്ച സത്യങ്ങളെ അറിയാനുള്ള കഴിവുണ്ടാകുന്നു. ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ടീച്ചർ ആവാൻ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മോസ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ പൂജാരിയാവാം, തിരുമേനിയാവാം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. ദൈവികമായ എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് അറിവുകൾ ഉള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് ഒക്കെ മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെയും കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ട്. ഇവിടെയും നിങ്ങൾ ഹൈ എനർജിയിലേക്ക് വരുന്ന വ്യക്തികളാണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് ഇവിടെ ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് വാൺസിന്റെ എനർജി ആണെങ്കിൽ ഇവിടെ സോഡിന്റെ എനർജിയാണ്. സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. ഇവിടെ ആവേശമാണെങ്കിൽ നിങ്ങൾ ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നു. അതാണ് ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പൊ ഇവിടെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. മറ്റുള്ളവരെ, പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുന്നു. കിങ് അല്ലേ? കിങ് ആവുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഒരു സഹായം, ഒരു കൈത്താങ്, അവർക്ക് ഏത് കാര്യങ്ങൾക്കും അത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു. കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ. അങ്ങനെ ജീവിതത്തിന്റെ ഒരു നല്ല വിജയത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ ഒരു ഉയർന്ന പദവിയിൽ കാണുന്ന ഒരു പേഴ്സണാലിറ്റിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. പുതിയതായിട്ട് എന്തോ നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു. പുതിയ ചില തുടക്കങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. ഇത് ബുദ്ധിപൂർവ്വം തീരുമാനിച്ചതാവാം, പഠിക്കാനാവാം, യാത്ര ചെയ്യാനുള്ള ആ ഒരു എനർജി ഉണ്ടാവുന്നു. അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത് ആ പ്ലാൻ നടപ്പിലാക്കുന്ന എനർജി ആവാം. എന്തോ ഒന്ന് തുടങ്ങി വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലും പുതിയ ജോബ് ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ നല്ല ചില യാത്രകൾ നടത്തുന്നതാവാം. ജോബിന് വേണ്ടിയുള്ള യാത്രകൾ നടത്താം, ഫ്ലൈറ്റ് യാത്രയാവാം. അതുപോലെ മറ്റ് ഏതെങ്കിലും രാജ്യത്തേക്ക് യാത്ര പോകുന്നതും അതുപോലെ അത് സക്സസ് ആവുന്നതും നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലതുപോലെ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പോകുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കവിടെ മടി വിചാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് ഒരു നിരാശ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, ആ പ്ലാനിങ് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും, അതിനുവേണ്ടി ക്ഷമ കൊണ്ടുവരണം. തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടായിരിക്കണം. ഇവിടെ ഇങ്ങനെ സ്നേഹത്തോടും ക്ഷമയോടും ദയയോടും ഒക്കെ കൂടിയിട്ട് മറ്റ് പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യത്തെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും വലിയൊരു ഗോളിലേക്ക് നിങ്ങൾ പോകുന്നു, അതിനെ അച്ചീവ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നു. മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ അളവിൽ കൂടുതൽ ആരെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പോകരുത്. മനസ്സിലായോ? ഒരു പരിധിക്കപ്പുറം വിശ്വാസം വേണം, സ്നേഹം വേണം. ഒരു പരിധിക്കപ്പുറം ഓവറായിട്ട് അറ്റാച്ച്മെന്റ് പാടില്ല ആരോടും.
മനസ്സിലായി എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു സക്സസ്സിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഒതുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. പക്ഷേ ചില കാര്യങ്ങളിൽ ഓവറായിട്ട് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ അതുപോലെ തന്നെ എന്താണ്, എല്ലാം നമ്മൾ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തീരുമാനമെടുക്കാം എന്നൊന്നും വിചാരിക്കരുത്. ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് വരട്ടെ എന്നിട്ട് ഞാൻ ആക്ഷൻ എടുക്കാം എന്ന് കരുതി ഒരിടത്തിരിക്കാൻ പാടില്ല. മനസ്സിലായോ? ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിക്കോളും, തനിയെ പെർഫെക്റ്റ് ആയിക്കോളും. മനസ്സിലായോ? നിങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഴിവിലേക്ക്, ഒരു എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ലവേഴ്സാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുന്നു, അപ്പോൾ തന്നെ നിങ്ങൾക്കും വാല്യൂ മറ്റുള്ളവർ തരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വാല്യൂബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. അതുവഴി നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട്. അത് മനസ്സിലാക്കി മറ്റുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് അടുത്തു ചേരുന്നുണ്ട്. നിങ്ങളുടെ അതേ എനർജി ഉള്ള ആൾക്കാർ മാത്രമേ നിങ്ങളിലേക്ക് ഇവിടെ ആകൃഷ്ടരാവുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് വന്നിരിക്കുന്നത്, ഒരു സോൾമേറ്റ് കണക്ഷൻ. നിങ്ങൾ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടാവണം ആ വ്യക്തി എൻ്റെ പാർട്ട്ണറായിട്ട് വരണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെയുള്ള ഒരു പാർട്ട്ണറെ ലഭിക്കണം എന്നൊക്കെ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പാർട്ട്ണർ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നല്ലതുപോലെ ദൈവാനുഗ്രഹവും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇത് നിങ്ങൾ ചിലപ്പോൾ ആരെയെങ്കിലും, നിങ്ങൾ ഇവിടെ നോ കോണ്ടാക്ട് ആയിട്ടുള്ള വ്യക്തികൾക്ക് ആരെയെങ്കിലും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊരു സന്തോഷത്തിനുള്ള വക ഉണ്ടാവുന്നു. ആരുടെയെങ്കിലും ഒക്കെ മാര്യേജ് നടക്കാനുള്ള സാധ്യത. അതുപോലെ ബിസിനസ്സിലായാലും മറ്റേത് കാര്യത്തിലായാലും ഒരു പാർട്ട്ണർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ വന്നു ചേരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബിസിനസ്സിൽ ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ അവിടെ നല്ലൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു പാർട്ട്ണറുടെ കുറവ് കൊണ്ട് ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നല്ലൊരു പാർട്ട്ണർ വരികയാണെങ്കിലോ തീർച്ചയായിട്ടും അവിടെ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലും നല്ലൊരു പാർട്ട്ണറാണ് വരുന്നതെങ്കിൽ ജീവിതം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ. അത്തരത്തിലൊരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ദൈവാനുഗ്രഹത്തിന്റെ എനർജിയാണ്, ഒരു ഡിവൈൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഡിവൈൻ ലവ് ആണ്, ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ. സാമ്പത്തികം നിങ്ങൾ നോക്കിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ 2 ഓഫ് പെന്റക്കിൾസ് ബാലൻസ് ചെയ്ത് പോകാൻ ഈ സമയത്ത് കഴിയുന്നു എന്നും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത്? ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നത് എന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത്, വന്നു ചേരുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് ശനിയാഴ്ചയല്ലേ, ഇന്ന് സാറ്റർഡേ അല്ലേ? അപ്പൊ നമുക്ക് ശിവഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെസ്സേജസ് എന്താണ് എന്നുകൂടി നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ, പോകാൻ അനുവദിക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞേക്കൂ. നിങ്ങളങ്ങനെ ടോക്സിക് ആയിട്ടുള്ള എനർജി വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് അനുവദിക്കാൻ പാടില്ല. വേണ്ടാത്തതിനെ വിട്ടുകളയൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, അവരുടെ പുറകെ വീണ്ടും വീണ്ടും പോവേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായി? നിങ്ങൾ ധരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്: ആ വ്യക്തിക്ക് എന്നെ വേണ്ട എങ്കിൽ, എനിക്ക് ഇന്നലെ ആ വ്യക്തിയെ വേണ്ട, ഞാനിത് ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, ഞാനിത് വിട്ടുകളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഡിവൈനിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അവിടെയാണ് നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കാൻ പോകുന്നത്. മനസ്സിലായി? അല്ലാതെ ആ വ്യക്തിയുടെ പുറകെ ചേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയല്ല, ഇനി ഏതൊരു സാഹചര്യമാണോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇനി വ്യക്തി മാത്രമല്ലല്ലോ, പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെയും ഉണ്ടാവാം. അവിടെയൊക്കെയും എന്താണ് ചെയ്യേണ്ടത്? ചേസ് ചെയ്ത് മുന്നോട്ട് പോയി ഒരുപാട് എനർജി ഡൗൺ ആക്കേണ്ട ആവശ്യമില്ല.
നിങ്ങളിലേക്ക് വരാനുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ, നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അതാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റി കണ്ടല്ലേ. ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരാൻ പോകും. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഐശ്വര്യവും സമൃദ്ധിയും വരാൻ പോകുന്നു. നമ്മളിവിടെ കണ്ട കാര്യങ്ങളെല്ലാം അത്തരത്തിലാണ് അല്ലെ. നിങ്ങൾ ഹൈ എനർജിയിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യക്തികളാണ്, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് ആൻഡ് പ്രോസ്പെറിറ്റി വരാൻ പോകുന്നുണ്ട്. ദൈവാനുഗ്രഹം നല്ലതുപോലെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയാണെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് മെഡിറ്റേഷൻ ഈസ് ബെസ്റ്റ് റെമഡി. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരിഹാരം നേടേണ്ടതായിട്ടുണ്ട് എങ്കിൽ അവിടെ ഏറ്റവും നല്ല റെമഡിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിന് ശാന്തത ലഭിക്കുന്നത്, മനസ്സിന് സമാധാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജ്. ഇതൊക്കെ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ ഈ റീഡിങ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.